ഹാപ്പി. അവള് ഞാൻ പറഞ്ഞില്ലേ അത് വാങ്ങിച്ചു നന്നായില്ലേ. ഞങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. താങ്ക് യു. ഞാൻ ഡ്രൈവ് ചെയ്യാം. ഞാൻ ചെയ്തോളാം. കേറടാ, കേറിക്കോ. മറ്റോണ റിവേഴ്സ് എടുക്കാൻ എനിക്കറിയാമോ. ഗൈസ്, നിങ്ങളിപ്പോ കാണുന്നത് പ്രശസ്ത യൂട്യൂബർ ഇവ മേരി മാർഗരറ്റ് തുണി അലക്കിയിടുന്ന കാഴ്ചയാണ്. നിങ്ങൾ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ ചെയ്യുമോ? ഞാൻ സെലിബ്രിറ്റി ഒന്നും പോയാ ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റി, യൂട്യൂബ് സെലിബ്രിറ്റി ആയ മേരി മാർഗരറ്റ് തുണിയൊക്കെ അലക്കിയിടും. ഞാനിപ്പോ ക്യാമറ ആയിട്ട് വരാനുള്ള എന്റെ ഉദ്ദേശം. അല്ല, വല്ലപ്പോഴല്ലേ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ മേരി മാർഗരറ്റ്. എടോ, എന്റെ തുണികളും നിന്റെ തുണികളും ഞാൻ അലക്കാറ്. ഐ മീൻ ഒരാഴ്ചയായിട്ട്. വീട്ടിലുണ്ടായ മാങ്ങ കഴിക്കുന്ന പപ്പ പോയിട്ട് എടാ, സീറ്റ് ബെൽറ്റ് ഇടാ. ഇന്നെന്താ പരിപാടികള്? ഇന്ന് നമുക്ക് നാളെ ഡിബിനും അന്നയും വാവയും ഗുജറാത്തേക്ക് പോവാണ്. പിന്നെ വാവ പോണത് എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുപോയായിരുന്നു. ഇപ്പൊ ഡിബിനും അന്നമ്മയും പറയാണ് വാവേനെ ഞങ്ങൾ കൊണ്ടുപോകണില്ല, ഇവ ചേച്ചിയുടെ അടുത്ത് നിർത്തണു, ഞങ്ങൾ രണ്ടുപേരും മാത്രം പോവാന്ന് പറഞ്ഞ. പക്ഷെ ആ ചെക്കന് അവളില്ലാണ്ട് പറ്റില്ല, ഡിബിനില്ലാണ്ട് പിന്നെ പറ്റും. അവളില്ലാണ്ട് അവന്റെ അമ്മയല്ലേ. എനിക്ക് എന്തായാലും എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും അമ്മേനെ പോലെ അല്ലേ ആവുള്ളൂ, അമ്മയാവില്ലല്ലോ ഞാൻ അവന്റെ. അതെ, തള്ള ചവിട്ടിയ പിള്ളക്ക് കേടില്ല. അത് ഇവിടെ തമ്മിലെന്താ ബന്ധം എനിക്കറിയില്ല. എന്തായാലും എന്താണെങ്കിലും വാട്ടെവർ ഇറ്റ് ഈസ്, അവന് അവളില്ലാണ്ട് പറ്റില്ല, അവൾക്ക് അവനില്ലാണ്ട്. എന്തായാലും എന്നത് പറയാൻ പോണില്ല, കുറ്റു പറഞ്ഞാലും. മിസ് ചെയ്യും. കാരണം വേറെ ഒന്നല്ല, അവനിനി ഇച്ചിരി കൂടി വലുതായിട്ടൊക്കെ അവരുടെ ഈ ഒരു കളി ഈ ഒരു ഇതൊന്നും കാണാൻ പറ്റില്ല. അവനെന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആരും ഇഷ്ടം? മമ്മൂട്ടി, മോഹൻലാലോ? മമ്മൂക്ക. മേരി മാർഗരറ്റിന്റെ ജീവിതം ഒരു സാഡ് സ്റ്റോറിയാന്ന് പറയണ്ടല്ലോ പലരും. അതെന്താ എനിക്ക് മനസ്സിലാവണില്ലേ. വെച്ചേച്ചിനെ കാണുമ്പോ വിഷമാവണെന്ന്. എന്തിനാ വിഷമാവണേ? ഞാനിങ്ങനെ പല പോലെ ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോ നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്ത് പോയിന്റില്ല. ഒരു ചെറിയ തിരുത്തുണ്ട്, പനക്ക് കുരുടാൻ ബാധിച്ചു. അല്ല, ഞാൻ പറയാ, ഞാൻ ഹാപ്പിയാണ്. ചില സമയം ഈ ഒരു മൂഡില് ഈ ഒരു സമയത്ത് ഞാൻ ഓക്കെയാണ്. ഇനി ചില സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്നാലേക്കുമ്പോ ഓക്കെ അല്ലാണ്ടാവും. പക്ഷെ ഇപ്പൊ ഞാൻ എന്തോ ഒരു വാവ വന്നതിന് ശേഷം, ആ ചെക്കൻ വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര പോസിറ്റീവ് എനർജിയാ. പിന്നെ അവൻ പോകുമ്പോ ചിലപ്പോ ഇനി പഴയ ഒരു മൂഡിലേക്ക് പോകട്ടാ. ഒരു 6 months അടുത്തായിട്ട് ഞാൻ നല്ല ഹാപ്പിയാ. പുറത്ത് ഭയങ്കര ചൂടാൻ കേസ്. ഇപ്പൊ നമ്മൾ 24 ഡിഗ്രി സെൽഷ്യസിലാണ് അകത്തെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലല്ലോ നീ? സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ട്, ഇല്ലെങ്കിൽ ശബ്ദം കേൾക്കുക. അപ്പൊ നമ്മളിപ്പോ എറണാകുളത്തേക്ക് പോവാണ്. ആക്ച്വലി എറണാകുളം അല്ല, കളമശ്ശേരി വരെ ഒന്ന് പോവാണ്. അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ വാങ്ങിക്കാനുണ്ട്. അന്നമ്മയ്ക്കും ഡിബിനും വാവയ്ക്കും ഒക്കെ ഇവ സർപ്രൈസ് ആയിട്ട് എന്തൊക്കെയോ ഗിഫ്റ്റുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പരിപാടികളായിട്ടുള്ള ഒരു വ്ളോഗാണ് ദിസ് വ്ളോഗ്. ഈ സൈക്കിളിന് ഒരു കഥയുണ്ട് ഗൈസ്. ഇതാണ് ഇവ കുട്ടിക്കാലത്ത് ചവിട്ടിയിരുന്ന ലേഡി ബേർഡ് സൈക്കിൾ. ലേഡി ബേർഡ് ഇവയുടെ സൈക്കിളാണിത്. ഈ സീറ്റിൽ ഇരുന്നിട്ടാണ് ഇവ പോയിരുന്നത്. ഇപ്പൊ ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുക, മഴ പെയ്യണ കാരണം. ഈ സ്റ്റാൻഡിലാണ് ഇവ പുസ്തകങ്ങളൊക്കെ വെച്ചിരുന്നത്. അത് ബീന ചേച്ചിയുടെ കെട്ടിയോന്റെ ചന്ദ്രൻ ചേട്ടന്റെ. കുഴപ്പമില്ല, നമുക്കൊരു ഇത് സെന്റിമെന്റൽ മൂഡ് ഡെവലപ്പ് ചെയ്യാം ഈ വ്ളോഗില്. നാടൻ മാമ്പഴം ഉണ്ട് ഇവിടെ. ഇത് ചാമ്പയ്ക്ക. ഇത് ഭയങ്കര സ്വാദ്, ഭയങ്കര മധുരട്ടോ. ഈ ചാമ്പയ്ക്ക വെച്ച് ഷിജാനി വൈനൊക്കെ ഉണ്ടാക്കും. ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് നമ്മുടെ പറമ്പിൽ ഉണ്ടാവുന്ന ആപ്പിൾ ആണ് അല്ലെ? സ്റ്റിക്കർ ഒട്ടിച്ച് ഉണ്ടാവും. അങ്ങനെ നമ്മുടെ അലക്ക് പരിപാടികളെല്ലാം കഴിഞ്ഞു, ഡോബിപ്പണി കഴിഞ്ഞു. നമുക്ക് പോവാം. കണ്ണോട് കണ്ണുകൾ ഏറ്റും കർപ്പൂര ദീപമേ, കൈ തേണ്ടും പോത് പായും മിൻസാരമേ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് നമ്മളിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം കളമശ്ശേരി വരെ എത്തിയിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ വെസ്റ്റ് സൈഡിലാണ് വന്നേക്കണേ. വെസ്റ്റ് സൈഡിൽ നിന്നാണ് അന്നയും കൂടുതൽ ഡ്രസ്സൊക്കെ എടുക്കാറ്. ഡിബിനും ഇപ്പം നോക്കിയോ. എന്താ നീ അന്നമ്മയ്ക്ക് നോക്കണത്? കോട്ട് സെറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സാധനം കിട്ടാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം. ഇവിടെ കുറേ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള കുറേ നല്ല ടോപ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തൊരു ഭംഗിയാണ്. ദുബായിൽ ഷോപ്പ് ചെയ്യാൻ പോണത് ഓർമ്മ വരുന്നുണ്ടാ? നമ്മള് മാക്സിൽ തെണ്ടി തിരിഞ്ഞ് നടക്കണ്ടൊക്കെ എനിക്കിപ്പോ ഓർമ്മ വരണേ. ചേട്ടൻ ഇങ്ങനെ എന്റെ കൂടെ വന്നിട്ട് കുറച്ച് നാളായി തോന്നണം അല്ലേ? ഇതെങ്ങനെയുണ്ട്? കാരണം എനിക്ക് ഇവിടെ ഇങ്ങനത്തെ കഴുത്തുള്ള ഡ്രസ്സൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ കയറി നിൽക്കുന്നത് നല്ല ഭംഗിയുണ്ട്. പക്ഷെ അവളിപ്പോ ഈ നൂഡിൽസ് സ്ട്രാപ്പ് ഇടുന്നില്ല എന്ന് തോന്നുന്നു. പണ്ട് ഇടാറുണ്ട്. എനിക്കൊന്നും ഡിബിൻ സമ്മതിക്കാണ്ടായിരിക്കുവേ. ഡിബിന് കുഴപ്പമൊന്നുമില്ല, അവൾക്ക് വണ്ണം വെച്ചു എന്നുള്ള ഒരു ഇതില് ഡിബിൻ സമ്മതിക്കും. അവൻ അങ്ങനത്തെ നമുക്ക് ഡിബിനെ കുറിച്ച് അങ്ങനെ കുറച്ച് കിംവദന്തികൾ പറയാം. അവനൊട്ടും മോഡേണല്ല. അത് ഇവർക്ക് ഇവരെ കുത്തി ഇഞ്ചക്ട് ചെയ്ത് വെക്കേണ്ടി വരും. അവർക്കറിയാം ആരാ മോഡേൺ അല്ലാത്ത മോഡേൺ ആണെന്ന്. ഭാവയ്ക്കുള്ളത് ഇവിടെ ഉണ്ടാവോ? അതെനിക്ക് ഇഷ്ടമായി. പക്ഷെ സെയിം എൻ്റെ ഉണ്ട്. എൻ്റെ ഈസ്റ്റർ ഡ്രസ് ആയിരുന്നു അത്.
ഇതെങ്ങനെയുണ്ട്? ഇത് നൈസ്. പക്ഷെ അവൾക്ക് ഇങ്ങനെ കയറി ഇറങ്ങിയതൊന്നും ഇഷ്ടമല്ലടാ. ഇഷ്ടമില്ലാണ്ട് എടുത്തിട്ട് കാര്യമില്ലല്ലോ. നൂഡിൽസ് ട്രാപ്പ് മാത്രമേ പ്രശ്നമുള്ളൂ. ഇങ്ങനത്തെ കൈയോളിടും. ഒരു മഞ്ഞൊക്കെ ഉണ്ട്, വേണമെങ്കിൽ ഓണത്തിന് ഇടാം. മഞ്ഞാണ് ഓണത്തിനിടാറ്. മഞ്ഞപ്പൂവില്ല ഓണത്തിന്റെ പ്രധാന പൂവ്. ആണോ? അന്നമ്മയുടെ ഓൾമോസ്റ്റ് സെറ്റായി. അങ്ങോട്ട് സംതൃപ്തി ആയിട്ടില്ല, പക്ഷെ എന്നാലും ഫിക്സ് ചെയ്തിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഓൾമോസ്റ്റ് ഇങ്ങനെ വെച്ചേക്കണു. இன்பங்கள் பாடம் சொல்லும் என் தாயகம் இங்கங்கு ஊஞ்சலாக நான் போகிறேன். ഇനി ഡിബിനും വാവയ്ക്ക് നോക്കാം. വാവയുടെ അവിടെ ഉണ്ട്, ഡിബിന്റെ ഇവിടെ ഉണ്ട്. ആദ്യം വാവയ്ക്ക് നോക്കാം. മോനെ ചെക്കട അടിപൊളി സാധനങ്ങളുണ്ട്. അവൻ ഇങ്ങനത്തെ റോംബസ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടെ. നമുക്കും ഒരു സമാധാനം അത് കാണുമ്പോൾ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് എടുക്കാന്ന്. ഗൈസ് അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ വാവയുടെ സെറ്റായി. ഇനി ഡിബിന്റെ. ഇത് കൊള്ളാലേ. ഇങ്ങനത്തെയാണോ നോക്കണേ അതോ വേറെ എന്തെങ്കിലും? വാവയ്ക്കും ഡിബിനും പിന്നെ സൈഡിൽ കൂടെ എനിക്ക് ഒരെണ്ണം വാങ്ങി. അന്നയുടെ ഉണ്ടല്ലോ, എനിക്ക് കുറേ കളക്ഷൻ ഉണ്ട്, പക്ഷെ എന്നാലും എനിക്കെന്തോ മനസ്സിൽ പിടിച്ചത് കിട്ടിയില്ല. വേറെ ഒന്നും ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ. ഇന്നലെ ഞങ്ങളെല്ലാവരും കൂടെ ലൂം സ്റ്റോറി പോയിട്ട് കുറച്ചിട്ട് നോക്കി. അവൾ ഇട്ടിട്ട് ഒരെണ്ണം വേണ്ട എന്ന് പറഞ്ഞിങ്ങനെ മാറ്റി വെച്ചായിരുന്നു. പക്ഷെ ഇഷ്ടമായിട്ട് വേറെ ഒരെണ്ണം ഇട്ടു, എല്ലാം കൂടി ബഡ്ജറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങിച്ചു കൊടുത്തതിന് കുറച്ചും കൂടി സർപ്രൈസ്ഡ് ആവും എന്ന് എനിക്ക് തോന്നുന്നു. വെരി കോസ്റ്റ്ലി, അത് കാരണം അവിടെ വെച്ച് പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അല്ല, ഓൾറെഡി 3 എടുത്തു, പിന്നെ ഒരെണ്ണം കൂടി എടുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അവർ വെച്ച് പോകുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് മനസ്സിലുള്ളതുകൊണ്ട് ഇവിടുത്തെ പിടിക്കണില്ല. പക്ഷെ ഇവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. அங்கங்கு ஆசித்தேயில் நான் வேகிறேன். ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. അവൾ ഇന്നലെ നോക്കി വെച്ചത് പോയിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നോക്കി നോക്കാം. ഒരു 3-4 പീസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും നമുക്ക് എടുക്കാം. കമോ. ഒന്നിത്, രണ്ടിത്, പിന്നെ ഒരു ഓറഞ്ച്. നോക്കി വെച്ച ഓറഞ്ച് പോയി. ഇവിടെ നോക്കി വെച്ച ഓറഞ്ച് പോയി എന്ന് പറയാ. മുന്നേ ആക്ച്വലി ഇവിടെ വന്നപ്പോൾ തന്നെ സെലക്ട് ആയിട്ടാ. വേറെ ഒന്നല്ല, അവളിത് ഓൾറെഡി ഇങ്ങനെ ഇട്ട് നോക്കി സെറ്റാക്കി വെച്ചതായിരുന്നു. ഓൾറെഡി അവൾ വേറെ എടുത്തുകൊണ്ട് ഇത് ക്യാൻസൽ ആക്കി വെച്ചതായിരുന്നു. ഇഷ്ടപ്പെട്ടതായിരുന്നു, ഇട്ട് നോക്കി കറക്റ്റ് ഫിറ്റിംഗ് എല്ലാമായിരുന്നു. അതുകൊണ്ട് വരാ എടുക്കാൻ ബില്ലടിക്കാൻ പോവാ, അത്രേ ഉള്ളൂ. ഗൈസ് ഇനി നമുക്ക് മുത്തിനെ വിളിച്ച് നോക്കാം. പുള്ളിക്കാരത്തി അവിടെ എന്താണ് വല്ല ഡ്യൂട്ടിയിലാണെങ്കിൽ ചിലപ്പോ ഡോക്ടർ വന്നിട്ട് വല്ല ഓപ്പറേഷന്റെ ഇടയിലായിരിക്കും. അതെ, റോബോട്ടുകളുമായുള്ള മൽപ്പിടുത്തത്തിന്റെ ഇടയിൽ നമ്മുടെ കോള് കാണുമോ എന്ന് പോലും അറിയില്ല. റോബോട്ടിക് ഓപ്പറേഷൻ ആണോ മേബിൾ ചെയ്യാൻ? മുത്ത് പ്രാണി. ഹലോ, എന്തിടിച്ചിരിക്കണേ? ഒന്നും പറ്റില്ല. ഞാൻ വിചാരിച്ചു നീ ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നു. അല്ല, വരാൻ വേണ്ടി അവിടെ പോണുണ്ടേ. കാപ്പി കുടിക്കാൻ കയറാന്ന് വെച്ചതാ. അല്ലെങ്കില് ഇതുണ്ടല്ലോ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ മംഗലാപുരത്ത്. ഇപ്പൊ മംഗലാപുരത്താണോ ഡോക്ടർ? അല്ല, കാലിക്കട്ടില്ല, മംഗലാപുരത്താണ് ഞങ്ങൾ പഠിച്ചത്. ശരി, എന്നാ നീ ആഘോഷിക്കും. എന്നാ ശരി, ഓക്കെ, ബൈ. അപ്പൊ അത് തീരുമാനമായി. അങ്ങനെ നമ്മള് വീട്ടിലെത്തി. അവരിതുവരെ എത്തിയിട്ടില്ല. അവരെനിക്ക് തോന്നുന്നു ഒരു 7 മണിയൊക്കെ ആവുമായിരിക്കും എത്താൻ. ഇനി അവര് വന്നിട്ട് നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാം. 1 hour later. ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ്. ഞാൻ ഇന്നിത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ ഗിഫ്റ്റ് രണ്ടുപേരുടെ അവിടെ മറ്റേ എടുക്കാഞ്ഞത് എടാ, ഇന്നലെ ഞാൻ ഇട്ട് നോക്കിയില്ലേ. ഓക്കെ. അപ്പൊ ബർത്ത്ഡേ 15-ാം തീയതി. അയ്യോ, അതുകൊണ്ടാണ് അതും മിക്സ് ചെയ്തെടുത്തത്. ഇത് ആക്ച്വലി സിയോപ്പിന്റെ ആണ്, ബട്ട് സ്റ്റിൽ ഇത് വാവയുടെ നിന്റെയും കൂടെ. നീ വാവയ്ക്കും നീയും കൂടെ കൊടുത്താൽ. ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ് കൂടി. താങ്ക് യു. ഓക്കെ, അപ്പൊ ഹാപ്പി. അവള് ഞാൻ പറഞ്ഞില്ലേ അത് വാങ്ങിച്ചത് നന്നായില്ലേ, വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിയാണ്ടോ അത് വാങ്ങിച്ചത് നന്നായി. അത് വാവയുടെ ഡ്രസ്സും. ഓ, എനിക്ക് വയ്യ. ഇത് എവിടെ നടി? ഇത് വെബ്സൈഡ്, ഇവന്റെ വെബ്സൈഡ്, നിന്റെ ലൂം സ്റ്റോറി. വെബ്സൈറ്റ് ഇന്ന് പോയി നിങ്ങള് പോകാൻ. ഓ, നാളെ ഞാനിതിടും. ലവ്ലി. നന്നായിണ്ടാ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. മമ്മി അവിടെ പബ്ബിന്ന് വാങ്ങി. ഞാൻ സർപ്രൈസ് ആക്കി വെച്ചേക്കായിരുന്നു. പൊടി സൂപ്പർ. താങ്ക് യു താങ്ക് യു ചേച്ചി. ഇതെനിക്ക് അറിയായിരുന്നു. എന്തായാലും അവള് നന്നായിട്ടില്ലേ? ഇത് ഇവയുടെ സെലക്ഷൻ, ഇത് എന്റെ
സെലക്ഷൻ. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ടിവിയിൽ കാണിച്ചു തന്നിട്ടുണ്ട് വെബ്സൈറ്റില്. നീല ഞാൻ ടൈ ഒക്കെ കണ്ടപ്പോ ഇത് രസമായിരിക്കും. ഞാൻ ആക്ച്വലി ആ ബ്രൗൺ എടുക്കാന്ന് വിചാരിച്ചു. ഏത് ബ്രോ? നിനക്ക് ബാസുരേറ്റ് ഇഷ്ടപ്പെട്ടു. ഒന്നും മേടിച്ചോണ്ടെന്നൊക്കെ ഗൈസ്. അങ്ങനെ ഒരു സീ ഓഫ് വീഡിയോ ഇവിടെ അവസാനിക്കും. സീ ഓഫ് വീഡിയോ നാളെ ആയിരിക്കും അല്ലേ? പക്ഷെ എനിക്ക് ആലോചിക്കുമ്പോ സങ്കടം തന്നെ പണ്ടാരം. ഓക്കെ, അപ്പൊ ചെറിയൊരു വീഡിയോ ആയിട്ടൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അന്നമ്മയ്ക്കും ഡിബിനും വാവയ്ക്കും ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയായിരുന്നു അവർ പോകുന്നതിനേക്കാൾ മുൻപ്. അപ്പൊ ആ ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതൊരിക്കലും അവർക്കെല്ലാം നല്ലൊരു ദിവസമായിരിക്കും. അടുത്തൊരു അടിപൊളി വീഡിയോ ഞാൻ പറയണില്ല കേട്ടോ. എന്റെ നെഞ്ച് തുറക്കണ വീഡിയോ ആയിരുന്നു, നെഞ്ച് പൊളിയണ വേദനയുടെ വീഡിയോ ആയിരിക്കും. കണ്ണീർ കായലിലേതോ കടലാസിന്റെ തോണി